നമസ്കാരം. കൊച്ചുപാട്ടുകാർ അരങ്ങ് തകർക്കുന്ന അത്ഭുത വേദിയാണ് ടോപ്പ് സിംഗർ. 1-ാം സീസണിലും 2-ാം സീസണിലും 3-ാം സീസണിലും 4-ാമത്തെ സീസണിൽ പോലും ആ അത്ഭുത കാഴ്ച കണ്ട് മലയാളികൾ അമ്പരന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പ്രശസ്തരായ സംഗീതജ്ഞരെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പാട്ടുകളുമായാണ് ഓരോ കൊച്ചു മത്സരാർത്ഥികളും എത്തുന്നത്. അതിൽ അവരുടെ കുറുമ്പും കുന്നായ്മയും കുസൃതിയും ഒക്കെ ചേരുമ്പോൾ പാട്ടുവേദി ശരിക്കു പറഞ്ഞാൽ ഒരു കുസൃതി വേദി തന്നെയാവുകയാണ്. ജഡ്ജസും അവരോടൊപ്പം ഇറങ്ങി വരുമ്പോൾ ആ പാട്ടുവേദി ഒരു ഉത്സവവേദിയായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കർണാടക സംഗീതവും മറ്റ് സംഗീത ശാഖകളുമൊക്കെ അരച്ച് കലക്കി കുടിച്ചാണ് മിക്കവാറും കുട്ടികൾ ടോപ്പ് സിംഗറിൽ എത്തുന്നത് എന്നാണ് ജഡ്ജസായ MG ശ്രീകുമാറും അതുപോലെ തന്നെ ശരത്തും ബിന്നിയും ഒക്കെ പലപ്പോഴായി പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്നാൽ ഇവരെയൊക്കെ വെല്ലുന്ന, കഴിഞ്ഞ സീസണുകളെയൊക്കെ വെല്ലുന്ന അത്ഭുത കാഴ്ചകളുമായാണ് ടോപ്പ് സിംഗർ 5 തുടങ്ങിയിരിക്കുന്നത്. ഓഡീഷൻ റൗണ്ടിൽ പോലും അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന മത്സരാർത്ഥികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ ചീഫ് ജഡ്ജായ MG ശ്രീകുമാറും ജഡ്ജായ ബിന്നിയുമൊക്കെ ഒരേപോലെ അവകാശപ്പെടുന്നത്. തങ്ങൾക്ക് പോലും പാടി മുഴുമിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള രാഗങ്ങൾ കൊച്ചുകൂട്ടുകാർ പാടുന്നത് കാണുമ്പോൾ അമ്പരന്നു നിൽക്കാൻ മാത്രമേ കഴിയൂ എന്നും ബിന്നിയും MG ശ്രീകുമാറും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. ബാബുക്കുട്ടൻ, മുൻ സീസണിലുണ്ടായ ബാബുക്കുട്ടനാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു അത്ഭുത കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അതുക്കും മീതെയാണ് പല കുട്ടികളും വന്നുകൊണ്ടിരിക്കുന്ന പല കൊച്ചു പ്രതിഭകളും പാടി വയ്ക്കുന്നത് എന്നാണ് ഈ ജഡ്ജസൊക്കെ പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു മായക്കാഴ്ച തന്നെ ടോപ്പ് സിംഗർ 5 തുറന്നിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടക്കത്തിൽ പോലും അമ്പരപ്പിക്കുന്ന പാട്ടുകളും സംഗീതജ്ഞാനവുമായി കുട്ടികളെത്തുമ്പോൾ തങ്ങൾ പലപ്പോഴും വണ്ടറടിച്ചു പോകുന്നു എന്ന് ജഡ്ജസ് പറയുമ്പോൾ പ്രേക്ഷകർക്ക് തീർച്ചയായും വരാനിരിക്കുന്നത് ഒരു മഹാ ഉത്സവം തന്നെയായിരിക്കും ടോപ്പ് സിംഗർ 5 എന്നത് തീർച്ചയായ കാര്യമാണ്. ഇതാ 5-ാമത്തെ സീസൺ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു സംഗീത മാമാങ്കം തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല.